ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇറ്റാലിയൻ വിഭവമായ ആൽഫ്രഡോ പാസ്ത ഇന്ന് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 150 ഗ്രാമോളം പാസ്ത ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മക്രോണി. ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ മക്രോണി ഇട്ട് ഒരു 6 മുതൽ 9 മിനിറ്റ് വരെ ഇത് വേവിക്കാനിടാം. ഈ സമയം ഒരു അല്പം എണ്ണ കൂടി ഇത് ചേർത്ത് കൊടുക്കണം. ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇട്ടാലും മതിയാകും. 9 മിനിറ്റ് ഞാൻ കറക്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് തോരുന്നിടം വരെ അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കും. വളരെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് തയ്യാറായി കിട്ടും. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ചിക്കൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി ഈ ചിക്കൻ ഒന്ന് വെള്ള കളറാകുമ്പോൾ അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകരുത്, നല്ല സോഫ്റ്റായിട്ടിരിക്കണം. നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് അതേ പാനിലേക്ക് കുറേ കൂടി ബട്ടറും കുറച്ച് എണ്ണ കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വരുന്ന സമയം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് വീണ്ടും ഇളക്കിയെടുക്കാം. മൈദയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരുന്നതിന് ശേഷം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാനൊരു 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മൈദയും പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും യോജിപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 1/2 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, നമ്മൾ പാസ്ത വേവിച്ചപ്പം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ചിക്കന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം നമുക്ക് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം. വളരെ നല്ലൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.